അങ്ങനെ വീണ്ടും ഒരു അവധിക്കാലത്തെ വരവേൽക്കാൻ വേണ്ടി നമ്മുടെ മൂവാണ്ടമാവ് ഒരുങ്ങി നിൽക്കുകയാണ്. അതായത് ഒരുപാട് മാങ്ങകളുമായി അതാ നല്ലതുപോലെ കായ്ച്ചു നിൽക്കുന്നു. കഴിഞ്ഞ തവണത്തെ അത്ര തന്നെ കായ്ച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. നല്ല വേനലല്ലേ. എങ്കിലും തന്നാലാവുന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം എന്ന് കരുതിയിട്ടാവും. കുറച്ച് പറിച്ചെടുക്കാനായിട്ട് ഞങ്ങളിതാ മാവിൽ നിന്ന് ഓരോ മാങ്ങയും ഞെട്ടിൽ നിന്ന് പറിച്ചെടുക്കുകയാണ്. ഇതിനിടയിൽ കുട്ടിക്കാലത്തെ മാമ്പഴ വിശേഷങ്ങളും മാങ്ങാക്കാലവും മാത്രമല്ല, മൂവാണ്ടൻ മാങ്ങയ്ക്കാണോ അതോ കുളമ്പു മാങ്ങയ്ക്കാണോ രുചി കൂടുതൽ എന്ന ചെറിയൊരു തർക്കവും. പക്ഷെ ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ കുട്ടിക്കാലത്ത്? അതായത് മാവിൽ നിന്നും മാങ്ങ പറിച്ച് മാവിന്റെ തടിയിൽ തന്നെ അതിന്റെ ആ ഒരു ഞെട്ട് ഭാഗം ഉരച്ച് അതിന്റെ പശ അല്ലെങ്കിൽ ചൊണയൊക്കെ കളഞ്ഞ് വെറുതെ അങ്ങ് കടിച്ചു തിന്നുക. അതിനുശേഷമാണ് നമ്മൾ ഉപ്പും മുളകൊക്കെ കൂട്ടി കല്ലിൽ തല്ലിയിട്ടൊക്കെ തിന്നുന്നത്. ആദ്യം ഇതുപോലെ തന്നെ കഴിക്കണം. അങ്ങനെതാ ആവശ്യത്തിനുള്ള മാങ്ങയൊക്കെ നമ്മൾ പറിച്ചെടുത്തു. നേരത്തെ മൂവാണ്ടൻ മാങ്ങയെക്കാളും കുളമ്പു മാങ്ങയ്ക്കാണ് രുചി കൂടുതൽ എന്ന് പറഞ്ഞ ആള് ഇപ്പൊ ചെയ്യുന്നത് എന്താന്ന് കണ്ടോ? നമ്മുടെ മാങ്ങയൊക്കെ ദാ ഒരു വാഴയിലയിലേക്ക് ചെറുതാക്കിയിട്ടൊന്ന് ചെത്തിയിട്ടു. മൂവാണ്ടൻ മാങ്ങ ചെത്തിയിടുമ്പോഴുള്ള ആ ഒരു മണം ഉണ്ടല്ലോ, അതുണ്ടോ കുളമ്പു മാങ്ങയ്ക്ക്? എനിക്കറിയില്ല. ഞാനൊരു മൂവാണ്ടൻ മാങ്ങ പ്രേമിയാണ്. എന്തായാലും മാങ്ങ ചെറു കഷ്ണങ്ങളാക്കി വാഴയിലേക്ക് വെട്ടിയിട്ടു. അതിനുശേഷം കുറച്ച് ഉപ്പ് അതിന്റെ മുകളിൽ തൂവി. അതിനുശേഷം കുറച്ച് മുളക് പൊടി. വെളിച്ചെണ്ണയൊക്കെ പിന്നീട് എപ്പോഴോ കടന്നു വന്നൊരു ഫാഷനാന്ന് തോന്നുന്നു. ഇങ്ങനെ കഴിക്കാൻ അടിപൊളിയാണ്. ഇനി എന്താ, നല്ലതുപോലെ ഒന്ന് തിരുമ്പി കൂട്ടണം. നമ്മൾ ഇട്ട് കൊടുത്ത ഉപ്പും മുളകും ഒക്കെ ആ മാങ്ങയിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ച് അങ്ങനെ കൊതി പിടിച്ച് നിൽക്കുക. ഇതെന്താ തിരുമ്പിയിട്ടും തീരുന്നില്ലേ? വേഗം ആവട്ടെ. അങ്ങനെ നമ്മുടെ മൂവാണ്ടൻ മാങ്ങ ഉപ്പും മുളകും തിരുമ്പിയത് റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ, ഓരോ കഷ്ണങ്ങളായി വേഗം തന്നെ അങ്ങ് കഴിക്കാം അല്ലേ? അപ്പൊ ആദ്യം കഴിക്കുന്നത് ആരാ? ഓ, മൂവാണ്ടൻ മാങ്ങയൊന്നും അത്ര ടേസ്റ്റിലാന്നേ, അതൊക്കെ കുളമ്പു മാങ്ങ തന്നെ എന്ന് പറഞ്ഞ് നമ്മുടെ ആശാൻ തന്നെയാണ് കേട്ടോ. അതായത് ഞാനും എന്റെ ആളും കൂടിയിട്ട് ഇന്ന് ഈവനിങ്ങില് മാങ്ങ പൊട്ടിച്ച് നല്ല ഉപ്പും മുളകും കൂട്ടി കഴിച്ചു. അപ്പോഴുണ്ടായ ചെറിയ ചെറിയ ആശയങ്ങളും അതുപോലെയുള്ള സംഭാഷണങ്ങളും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇത് ആസ്വദിച്ചു എന്ന് കരുതുന്നു.